വലിയമ്മി ഫ്രണ്ടില് അതുങ്ങൾ രണ്ടെണ്ണം, ഫ്രണ്ടില് സൂം ചെയ്യാൻ പറ്റില്ല, അതുങ്ങൾ രണ്ടെണ്ണം അവിടെ പോണുണ്ട്. എന്താ സുഖമെന്നറിയോ, ഇവിടെ ഭയങ്കര തണുത്ത കാറ്റൊക്കെ, മരങ്ങൾ മാത്രമുള്ള സ്ഥലമാണ്. ഇതാണ് മമ്മിയുടെ പപ്പ. ഹലോ ഹലോ. ഇതാണ് മമ്മിയുടെ മമ്മി. ഹലോ ഹലോ പറ. ഹലോ ഹലോ. ഓക്കെ. ആരുമല്ല, ഇത് എൻ്റെ വ്ളോഗാണ്. ഈ കളിയാക്കി ചിരിക്കുന്നു ഗായ്സ്. ഇത് മമ്മിയുടെ അനിയത്തി. എന്തുകൊണ്ടാണ് ഇത്ര ചിരിക്കാൻ? മന്നുവിന് പണിയായിരുന്നു. എന്ത് അമ്മച്ചോട് പറഞ്ഞത് കട്ട് ചെയ്യണ്ടേ? ഇതാണ് മമ്മിയുടെ ചേച്ചി, ഇത് എൻ്റെ മമ്മി. ഫാമിലിയിലെല്ലാവരും ഒത്തുകൂടി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതല്ല, ഞങ്ങൾ വായ തോർന്നാൽ ചിരിക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി കുറേ സംഭവങ്ങളുണ്ടാവും ചിരിക്കാൻ വേണ്ടി. എനിക്ക് ഹെയർ ബാൻഡിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ +1 തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓരോ ദിവസവും ഓരോ ഹെയർ ബാൻഡ് വെച്ച് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കേണ്ടായിരുന്നു എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ തിരുവല്ലയിൽ കോഴഞ്ചേരിയുള്ള ഈ ഉർവശി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ഹെയർ ബാൻഡ് മേടിക്കുന്നത്. എപ്പോഴൊക്കെ തിരുവല്ല വന്നാലും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഹെയർ ബാൻഡ് മേടിക്കുന്നത്. എറണാകുളത്ത് അങ്ങനെ അധികം ഹെയർ ബാൻഡിൻ്റെ കളക്ഷനുള്ള കട ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ഹെയർ ബാൻഡൊക്കെ മേടിക്കുന്നത്. മമ്മി പറയാറുണ്ടായിരുന്നു മമ്മിയുടെ കാലത്തും ഈ ഉർവശി എന്ന് പറയുന്ന ഷോപ്പ് അത്യാവശ്യം ഫേമസ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ ഏരിയാസിലെത്തി. എപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ. അപ്പോൾ എനിക്ക് നൂഡിൽസ് ആയതുകൊണ്ട് എനിക്ക് വട കിട്ടിയില്ല. പക്ഷേ എനിക്ക് വട ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ പൂരി, മസാല ദോശ അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. എൻ്റെ ഫുഡിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. പിന്നെ സെൽഫി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബൂസ്റ്റ് ഓർഡർ ചെയ്തു. ഞങ്ങളും കൂടെ ഇറങ്ങി നടന്നു. മമ്മിക്ക് ഞാനുണ്ട്. ഇതേ നോക്കിയേ, ഞാൻ പറയാൻ കാരണം അവിടെ 2 പേര് കൈയും പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ അപ്പച്ചനും വെറ്റി ചേച്ചിയും കൂടെ കൈ പിടിച്ചു. അതെ, ഇവിടെ അമ്മച്ചിയും വല്യമ്മയും കൂടെ കൈ പിടിച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ മമ്മി മാത്രം ഒറ്റയ്ക്ക് കിടക്കണേ. മമ്മിക്ക് ഞാൻ. ഇപ്പം നൈറ്റ് ഒരു 9 മണിയായിട്ടുണ്ടാവും. റോഡൊക്കെ ഭയങ്കര സൈലൻ്റ് ആണ്. നല്ല രസമാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ കണ്ടൊരു തട്ടുകടയാണ് കേട്ടോ. പിന്നെ ബസ്സിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടുള്ള റോഡൊക്കെയാണ്. പിന്നെ നൈറ്റ് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബസ്സിലാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല. ഇവിടുന്ന് 2 ഓട്ടോ പിടിച്ചാണ് നമ്മൾ പോകുന്നത്. ആ മുന്നിൽ പോണതാണ് നമ്മുടെ ഓട്ടോ. അപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ അടുത്ത ബ്ലോക്കിൽ കാണാം. ബൈ ഗായ്സ്.